ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്നോ? ബെൽജിയത്തിൻ്റെ തലസ്ഥാനമായ ബ്രസൽസിലാണ്. 11-ാം നൂറ്റാണ്ടിൻ്റെ വാസ്തുവിദ്യയുടെയും കലാവിരുതിൻ്റെയും ചൂടാരത്നം എന്ന് വിശേഷിപ്പിക്കാവുന്ന കെട്ടിട സമാഹാരമാണ് ഈ ബ്രസൽ സ്ക്വയറിൽ കാണുന്നത്. വാവ്! ഇതിൻ്റെ വാസ്തുവിദ്യയും ഇതിൻ്റെ കലാവിരുതുമൊക്കെ ഒന്ന് നോക്കിക്കേ. എന്തോ ഒരു ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഇത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടിയാണ്. ഈ സ്ക്വയർ ബ്രസൽസിൻ്റെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ക്വയറിൻ്റെ പണി 11-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ചെങ്കിലും ഇതിൻ്റെ പണി തീർന്നത് 17-ാം നൂറ്റാണ്ടിലാണ്. 1695 ഇവിടുത്തെ 9 വർഷത്തെ യുദ്ധത്തിൽ ഈ സ്ക്വയർ ഏതാണ്ട് തരിപ്പണമായെങ്കിലും അവർ അതിനുശേഷം അവരുടെ ഹെറിറ്റേജിനെയും പൈതൃകത്തെയും ഒക്കെ നിലനിർത്തിക്കൊണ്ട് ഈ സ്ക്വയർ അതീവ സുന്ദരമായി നിർമ്മിച്ചു. മാറ്റമൊന്നും വരുത്താതെയാണ് അത് പണ്ടുണ്ടായിരുന്ന ആ സ്റ്റൈലിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഓർക്കണം. ഇത് ടൂറിസ്റ്റുകളെ ഭയങ്കരമായി ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെ വന്ന് നിന്നാൽ മേലോട്ട് നോക്കി വായും പൊളിച്ച് നോക്കി നിന്നുപോയി. എവിടെയാണ് കണ്ണ് പതിപ്പിക്കേണ്ടതെന്ന് നമ്മൾക്ക് അറിയാൻ പാടില്ലാത്ത പോലെയാണ്. ഈ സ്ക്വയർ ഒരുപാട് ചരിത്രപ്രധാനമായ സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. കൗണ്ട് സെഗ്മണ്ടിന്റെയും ഹോണിന്റെയും ശിരാച്ഛേദനവും ഈ സ്ക്വയറിൽ വെച്ചാണ് നടത്തിയത്. ചുരുക്കം പറഞ്ഞാൽ ഇത് ബ്രസൽസിലുള്ളവരുടെ ഒരു മാർക്കറ്റ് പ്ലേസ് ആയിരുന്നു. ഇവിടെയുള്ളവരുടെ സെലിബ്രേഷൻസും ടൗൺ ഹാൾ മീറ്റിംഗ്സും ഒക്കെ ഇവിടെ വെച്ചാണ് നടത്തിയിരുന്നത്. ഈ ബ്രസൽ സ്ക്വയറിനെ ഗ്രാൻഡ് പ്ലേസ് എന്നും പറയും. ഈ ഗ്രാൻഡ് പ്ലേസിൽ ഇപ്പോൾ എല്ലാ 2 വർഷത്തിലൊരിക്കലും ഓഗസ്റ്റ് മാസത്തിൽ ഈ ഗ്രാൻഡ് പ്ലേസിൽ ജയന്റ് ഫ്ലവർ കാർപ്പറ്റ് നടത്താറുണ്ട്. അതുപോലെ തന്നെ ക്രിസ്മസ് ടൈമിൽ ഭീമാകാരമായ ക്രിസ്മസ് ട്രീയും അതിനെ തുടർന്നുള്ള ലൈറ്റിങ്ങും എല്ലാമായിട്ട് ക്രിസ്മസ് അതിഗംഭീരമായി ഘോഷിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ സമയങ്ങളിലൊക്കെ വേണം നമ്മൾക്ക് ഇവിടെ വരാൻ. അപ്പോൾ ശരിക്കും ആ സെലിബ്രേഷൻസ് ഒക്കെ ഒന്ന് ആസ്വദിക്കാൻ കഴിയും. എൻ്റെ പൊന്നെ, ഞാൻ ഈ സ്ക്വയറിൻ്റെ നടുവിൽ നിന്നിട്ട് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വളരെ എലിഗൻ്റ് ആയതും അതിശയിപ്പിക്കുന്നതുമായി ഈ കെട്ടിടങ്ങളെ നോക്കി അങ്ങ് നിന്നു പോയെന്നുള്ളതാണ്. എന്തോ ഒരു ഭംഗിയാണ്. ഇവിടെയുള്ളവരുടെ കഴിവുകളെയൊക്കെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്തേ മതിയാവൂ ഇല്ലേ? പണ്ടത്തെ കാലത്ത് ഇത്രയും ഭംഗിയായിട്ട് എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളതാണ്. ഇവിടുത്തെ ബിൽഡിങ്സ് ഒക്കെ കാസൽസ് പാറ്റേണിലുള്ള മൾട്ടി സ്റ്റോറിഡ് ബിൽഡിങ്സ് ആണ്. അവയുടെ താഴികക്കുടങ്ങളും ഗോപുരങ്ങളും ഗോത്തിക് സ്റ്റൈലിലുള്ള കൂറ്റൻ തൂണുകളും ആർച്ചുകളും എല്ലാം എന്ത് കലാപരമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ബിൽഡിങ്ങിൽ നിന്ന് നോക്കിക്കേ, ഇടയ്ക്കിടയ്ക്ക് ബ്രാസ് ഷെയ്ഡുകൾ കൊടുത്തിരിക്കുന്നതുകൊണ്ട് സൂര്യപ്രകാശത്തിൽ അതങ്ങ് വെട്ടിത്തിളങ്ങുകയാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എങ്ങനെയാണെന്ന് വിചാരിച്ചെന്നാൽ, ഇപ്പോൾ ഇവിടെ ബിൽഡിങ്സിന് എന്തെങ്കിലും റിപ്പയർ ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യുന്നത് പഴമയ്ക്കൊന്നും ഒരു മാറ്റവും വരുത്താതെ ആണ് അവർ ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തോന്നത്തില്ല എന്തെങ്കിലും മാറ്റം അവിടെ സംഭവിച്ചെന്ന്. കാരണം അത്രയ്ക്കും പഴമയോടും അവരുടെ പൈതൃകത്തെയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ജനതയാണ് ഈ ബെൽജിയത്തിലുള്ളത്. ബ്രസൽസിന്റെ തെരുവുകളിലൂടെ നടക്കുമ്പോൾ എൻ്റെ പൊന്നെ, എന്നാ ക്രൗഡഡ് സ്ട്രീറ്റ്സ് ആണെന്നോ. റെസ്റ്റോറൻറ്റുകളുടെ ഒക്കെ മുമ്പിൽ സ്ട്രീറ്റിൽ ചെയർ ഇട്ടിരിക്കുകയാണ്. അവിടെയൊന്നും ഒരു ചെയർ പോലും കാലി ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുപോലെ നിറയെ ആളുകളാണ്. പിന്നെ ഇവിടെ എല്ലാവരുടെയും കയ്യിലുണ്ട് വലിയ ബിയർ മഗ്ഗുകൾ. അതുപോലെ തന്നെ ബെൽജിയം ഈസ് ഫേമസ് ഫോർ ചോക്ലേറ്റ്സ്. ഞാനും ഹസ്ബൻഡും ചോക്ലേറ്റ് ഒന്നും കഴിക്കത്തില്ലെങ്കിൽ പോലും കുറച്ച് ചോക്ലേറ്റ് വാങ്ങി. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ആണെങ്കിൽ കെട്ടുകണക്കിനാണ് ചോക്ലേറ്റ് ഇവിടുന്ന് വാങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ബെൽജിയം വാഫിൾസും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ വളരെ ഫേമസ് ആണ്. നമ്മൾ കടകളിലൊക്കെ കയറിയാൽ നമ്മൾക്ക് ഈ ഫ്രഞ്ച് ഫ്രൈസും വാഫിൾസും ഒക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ഒരു സ്ട്രീറ്റ് മുഴുവനും ചോക്ലേറ്റ് കടകളാണ്. ഇവിടെയാണെങ്കിൽ ന്യായമായിട്ടുള്ള വിലയിലും നമ്മൾക്ക് ഒറിജിനൽ ചോക്ലേറ്റ് വാങ്ങിക്കാൻ കഴിയുമെന്നുള്ളതൊരു സത്യമാണ്. ഈ ഗ്രാൻഡ് പ്ലേസിൽ നിന്നും 5 മിനിറ്റ് നടന്നാൽ നമ്മൾ എത്തുന്നത് മാനിക്കിൻ പീസ് എന്ന ഒരു വെങ്കല ശില്പം നിൽക്കുന്ന ഫൗണ്ടന് മുന്നിലാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു 2 വയസ്സുള്ള ആൺകുട്ടി നഗ്നനായി നിന്നുകൊണ്ട് മൂത്രമൊഴിക്കുന്ന ഒരു ശില്പവും ഫൗണ്ടനുമാണ്. ഇതിന് പുറകിൽ കുറെ കഥകളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെയുള്ളവർ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചെന്നാൽ, ഒരു 2 വയസ്സുള്ള കുട്ടി ബ്രസൽസ് സിറ്റിയിൽ കൂടി ഓടിച്ചാടി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്ഥലത്ത് തീ കത്തുന്നത് കണ്ട് ഈ കുട്ടി അവിടെ ചെന്ന് ആ തീയിലോട്ട് മൂത്രമൊഴിക്കുകയും അങ്ങനെ ആ തീ കെടുത്തുകയും ചെയ്തു. ഈ തീയുടെ അടുത്ത ഗൺ പൗഡർ ഉണ്ടായിരുന്നു. തീ കെടുത്താൻ ഇത്തിരി കൂടി വൈകിയിരുന്നെങ്കിൽ ആ തീ ഗൺ പൗഡറിലേക്ക് പടർന്ന് ബ്രസൽസ് സിറ്റി മുഴുവനും നശിച്ചു പോയേനെ. അങ്ങനെ ഈ കുട്ടിയാണ് ബ്രസൽസ് സിറ്റിയെ രക്ഷിച്ചതെന്ന് അവിടുത്തുകാർ വിശ്വസിക്കുകയും അതിനെ അനുസ്മരിപ്പിക്കുവാൻ വേണ്ടി 15th സെഞ്ച്വറിയിൽ ഇതുപോലെ ഒരു കൊച്ചുകുട്ടി മൂത്രമൊഴിക്കുന്ന ഒരു സ്റ്റാച്യു ഉണ്ടാക്കി വെച്ചതാണ്.
ഒറിജിനൽ പ്രതിമ ഒരുപാട് പ്രാവശ്യം കൊള്ളയടിക്കപ്പെടാനും നശിപ്പിക്കാനുമുള്ള ശ്രമം നടന്നതിനാൽ ഒറിജിനൽ പ്രതിമ ബ്രസൽസ് മ്യൂസിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ പ്രതിമ അതിൻ്റെ റിപ്ലിക്ക മാത്രമാണ്. എൻ്റെ പൊന്നെ, എല്ലാവരും ഈ ശില്പത്തോടൊപ്പം ഒരു ഫോട്ടോ എടുക്കാൻ എന്നാ ഇടിയായിരുന്നറിയാവോ. അതുകൊണ്ട് ഞങ്ങളും എടുത്തു കേട്ടോ. ഞങ്ങൾ സ്ത്രീകളെല്ലാം കൂടെ കൂടെ നിന്ന് എടുത്തു, അതുപോലെ പുരുഷന്മാരും തന്നെ വേറെ ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ അടുത്തുള്ള കടകളിലൊക്കെ മുഴുവനും ഈ കുട്ടിയുടെ പ്രതിമകളുടെ പിരളിയാണ്. ഇവിടെ വരുന്നവരൊക്കെ സോവനീറായിട്ട് ഈ മാനിക്കിൻ പീസിനെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് ഈ പിസ്ഡ് ഓഫ് എന്ന് പറയുന്നതിൻ്റെ കാര്യം? അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രസൽസിലുള്ള അറ്റോമിയമാണ് വിസിറ്റ് ചെയ്തത്. 1958 ബ്രസൽസിലെ വേൾഡ് ഫെയർ എക്സ്പോ 58 വേണ്ടി ഉണ്ടാക്കിയ ഒരു സിമ്പിളാണിത്. ഇത് ബ്രസൽസിന്റെ ഒരു പ്രോമിനന്റ് സിമ്പിളായിട്ട് മാറിയിട്ടുണ്ട്. ഒരു അയൺ ക്രിസ്റ്റലിനെ 165 ബില്യൺ ടൈംസ് മാഗ്നിഫൈ ചെയ്തുണ്ടാക്കിയതാണ് ഈ സിമ്പിൾ. അറ്റോമിക് എനർജി സമാധാനത്തിനായി ഉപയോഗിക്കണമെന്നാണ് ഈ സിമ്പിളിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ വേൾഡ് പീസിന് വേണ്ടിയാണ് ഈ സിമ്പിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. 18 മീറ്റേഴ്സ് ഡയമീറ്റർ ഉള്ള 9 സ്പിയേഴ്സിനെ കണക്ട് ചെയ്താണ് ഈ അറ്റോമിയം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് 102 മീറ്റർ പൊക്കമുണ്ട്. വളരെ ക്യൂട്ടായിട്ട് തോന്നിയത്. ഇത് ദൂരെ നിന്ന് നോക്കിയാലും കാണാൻ സാധിക്കും. ഇതിന് മുമ്പിൽ ബ്യൂട്ടിഫുൾ ആയ ഒരു ഫൗണ്ടനും ഉണ്ട്. ഇതിന് ചുറ്റുമുള്ള വൃക്ഷങ്ങളും മറ്റും നമുക്ക് നല്ലൊരു വൈബ് തന്നെ തരും. പ്രത്യേകിച്ച് സായംസന്ധ്യ ആയപ്പോഴേക്കും സൂര്യകിരണങ്ങളുടെ ആ പ്രത്യേക ഭംഗിയുള്ള രശ്മികൾ പതിച്ചപ്പോൾ ഈ വൃക്ഷങ്ങളുടെയൊക്കെ ഭംഗി പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്കും ഭംഗിയായിരുന്നു. അങ്ങനെ ബെൽജിയം ബ്രസൽസ് ഒരു ഉഗ്രൻ ട്രിപ്പായിരുന്നു. യൂറോപ്പിൽ വന്നാൽ ഒന്ന് കാണാൻ മാത്രം ഉണ്ട് കേട്ടോ.